2024 ഒരൊറ്റ മാസത്തിൽ കേരളം ഭരിക്കുന്ന CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ നടത്തിയിട്ടുള്ള പീഡന പരമ്പര, ഒരു ജില്ലാ കമ്മിറ്റി കൂടാൻ പറ്റിയ ആളുകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി പറയാം. ചെറിയൊരു കണക്ക് മാത്രം ഞാൻ പറയാം. സെപ്റ്റംബർ 1 മുതൽ കഴിഞ്ഞ മുകേഷ് വിഷയം പുറത്തു വരുന്നത് ഒരു ഒക്ടോബർ മാസത്തിലാണ്. ആ ഒക്ടോബർ മാസത്തിലെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ സെപ്റ്റംബർ 1 മുതൽ മുകേഷ് വിഷയം പുറത്തു വരുന്ന ഒക്ടോബർ ആ മാസം വരെ നടന്ന ചെറിയ പീഡന പരമ്പര പറഞ്ഞു തരാം. സെപ്റ്റംബർ 1-ാം തീയതി എല്ലാം സഖാക്കന്മാരാണെന്ന് അടിവരയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. സെപ്റ്റംബർ 1-ന് മലപ്പുറത്ത് സഹോദരി റേപ്പ് ചെയ്ത DYFI നേതാവിന്റെ കേസ് പുറത്തു വരുന്നു. സെപ്റ്റംബർ 3-ന് PK ശശിയുടെ പീഡന വിവരം പുറത്തു വരുന്നു. സെപ്റ്റംബർ 5-ന് ഇരിഞ്ഞാലക്കുടയിൽ MLA ഹോസ്റ്റലിൽ വെച്ച് യുവതിയെ പീഡിപ്പിച്ച് DYFI നേതാവ്, ആ കേസ് പുറത്തു വരുന്നു. തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ 7-ന് കണ്ണൂർ പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിൽ നിന്ന് LC മെമ്പറെ പിടിച്ച കേസ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ, അതായത് 48 മണിക്കൂർ പോലും ഇതൊന്നും തമ്മിൽ ഗ്യാപ്പില്ലാന്ന് ചേട്ടൻ ഓർക്കണം. സെപ്റ്റംബർ 9-ാം തീയതി വീട്ടമ്മയെ പീഡിപ്പിച്ച കേസ് വയനാട് നെന്മേനി പഞ്ചായത്ത് പ്രസിഡന്റ് കേസ് പുറത്തു വരുന്നു. സെപ്റ്റംബർ 11-ന് വീട് നൽകാമെന്ന് വാഗ്ദാനം നൽകി യുവതിയെ പഞ്ചായത്ത് പ്രസിഡന്റ് പീഡിപ്പിച്ചു. ഈ പറയുന്ന ആൾക്കാരെല്ലാവരും, പ്രതികളെല്ലാം സഖാക്കന്മാരാണേ. സെപ്റ്റംബർ 15-ന് പന്തളത്ത് ഗൾഫുകാരന്റെ ഭാര്യയെ LC സെക്രട്ടറി ഇറക്കിക്കൊണ്ട് വന്നതിന്റെ കുറെ വീഡിയോസും കാര്യങ്ങളും പ്രശ്നങ്ങളും അനുബന്ധമായിട്ട് കുറെ കേസുകൾ നടന്നു. അത് കുറച്ച് നാളങ്ങനെ കത്തി നിന്നു. പിന്നെ സെപ്റ്റംബർ 17 വിവാഹാഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടിയെ പരസ്യമായി ചുംബിച്ച് വെള്ളറടയിലെ സഖാവ്, അയാളെ പൊക്കി. തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ 19-ാം തീയതി 17 കഴിഞ്ഞ് 19-ന് വീട്ടമ്മയെ പീഡിപ്പിച്ച കൗൺസിലർക്കെതിരെ പരാതി വന്നു. സെപ്റ്റംബർ 21-ന് പെൺകുട്ടിയുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കണ്ണൂർ ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായി. സെപ്റ്റംബർ 23-ന് ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ദിവസം മുങ്ങിയ സഖാവും വനിതാ നേതാവും കൂടെ ചക്കരക്കുളത്തൊരു ചെലവഴിച്ച വീഡിയോസ് കഴിഞ്ഞ വർഷം, അതെ, അപ്പൊ ചക്കരക്കുളത്ത് അവര് ചെലവഴിച്ച കുറെ നല്ല നിമിഷങ്ങളൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ വന്നായിരുന്നു. പിന്നെ സെപ്റ്റംബർ 25-ന് വീട്ടമ്മയെ തച്ചനാട്ടുകരയിലെ DYFI നേതാവ് ഉപദ്രവിച്ചതിന്റെ. പിന്നെ 27-ാം തീയതി സെപ്റ്റംബർ 27 സ്കൂൾ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച VR പുരം ബ്രാഞ്ച് സെക്രട്ടറി CPM-ന്റെ. പിന്നെ 29-ാം തീയതി ഒരു 13-കാരനെ പ്രകൃതി വിരുദ്ധമായിട്ട് പീഡിപ്പിച്ചു, അതും മഞ്ചേശ്വരത്തെ ഏരിയ കമ്മിറ്റി ബാലസംഘം ജില്ലാ കൺവീനർ. ഇത്രയും സെപ്റ്റംബറിലെ മാത്രം കണക്കുകളാണ്. ഈ സെപ്റ്റംബറിലെ കണക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഓരോ സംഭവം തമ്മിൽ പുറത്തു വരുന്ന ഓരോ സംഭവം 48 മണിക്കൂറിന് വ്യത്യാസം പോലും ഇല്ല. അതിനുള്ളിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കേസുകളാണ്. ഇത്രയുമായി നമുക്ക്. പിന്നെ ഇങ്ങോട്ട് ഒക്ടോബർ 1-ാം തീയതി എടുക്കുമ്പോൾ പാർട്ടി അനുഭാവിയായിട്ടുള്ള ഒരു വീട്ടമ്മേനെ മണ്ണാർക്കാട് ബ്രാഞ്ച് സെക്രട്ടറി പീഡിപ്പിച്ചു, അറസ്റ്റിലായി. പിന്നെ ഒക്ടോബർ 3-ാം തീയതി ആണെങ്കിൽ 13-കാരിനെ വെഞ്ഞാറമൂട് CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പീഡിപ്പിച്ചു. ഒക്ടോബർ 5-ാം തീയതി തൃത്താര അധ്യാപികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിന് തൊട്ടടുത്താണ്, ഇത്രയും കണ്ടിന്യൂറ്റി വന്നതിന് തൊട്ടടുത്താണ് മുകേഷ് MLA-യുടെ കേസ് വരുന്നത്. എത്ര സംഭവം ഇതെനിക്ക് എണ്ണി തീർക്കാൻ പറ്റുന്നില്ല. ഇവരാണ് ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കുന്ന രീതിയിലേക്ക് ജാഥകളും പ്രതിഷേധ ജാഥകളും സമരങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു MLA രാജിവെക്കണം, ഒരു MLA-ക്കെതിരെ കേസെടുക്കണം, ഇരകളായ പെൺകുട്ടികൾ പരാതി കൊടുത്തില്ലെങ്കിലും മറ്റു വ്യക്തികൾ പരാതി കൊടുപ്പിച്ച് അല്ലെങ്കിൽ പരാതി എടുപ്പിച്ച് കേസെടുത്ത് രാജിവെപ്പിക്കാൻ നടക്കുകയാണ്. ഒരു വർഷത്തിൽ ഒരു മാസത്തിൽ നടത്തിയ കേസുകളാണിത്. ഈ കാണിച്ച വീഡിയോ. ഇവരാണ് കേരളത്തിലെ സ്ത്രീകളെ സംരക്ഷിക്കാൻ പോകുന്നത്. അതിൽ പ്രകൃതി വിരുദ്ധ പീഡനം വരെ നടത്തിയ നേതാക്കൾ ഈ പറയുന്ന പാർട്ടിയുടെ ഉള്ളിലുണ്ട്. അതിനൊന്നും ഇവർക്ക് സമരം വേണ്ട, അതിനൊന്നും ഇവർക്ക് പ്രതിഷേധം വേണ്ട. എന്നിട്ട് ഇവർ പറയുന്നതും കേട്ട് നമ്മൾ വിശ്വസിച്ച് ഈ പറയുന്ന പോലെ അവർക്ക് പിന്തുണ കൊടുക്കണം. സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ച് പോണത് CPM-കാരാ DYFI-കാരാ നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കുകയും കാണുകയും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് ബോധം നിങ്ങൾക്കുള്ളത് നല്ലതാണ്. ഓക്കെ, എന്തായാലും നിർത്തണം. നന്ദി.